Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay. Good afternoon, ma'am. നമ്മൾ വെന്റിലേറ്ററിന്റെ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഫസ്റ്റ് പേജ് നമ്മൾ കവർ ചെയ്തിരുന്നു. വായിച്ചു നോക്കിയായിരുന്നോ? ആണോ? നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. ക്ലിയർ ആണോ? അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കണം. നെക്സ്റ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പേജിലേക്ക്. Okay, ma'am. അപ്പൊ നമ്മൾ കണ്ടു വെന്റിലേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ സപ്പോർട്ട് വരുന്നത് ബ്രീത്തിങ് അത് ചില ടൈമുകളിലെല്ലാം ബ്രീത്തിങ്ങിന്റെ ആവശ്യം വരുന്നത് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെഷീനായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം പേഷ്യന്റ് ആയിരിക്കുമ്പോൾ അവരുടെ ഹെൽത്ത് അനുസരിച്ചിട്ട് ഓരോ പേഷ്യന്റിനും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അല്ലെ ശ്വാസം നേരെ വണ്ണം എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് നമ്മുടെ വെന്റിലേറ്ററിന്റെ സഹായം തേടുന്നത്. മോസ്റ്റ്ലി നമുക്കറിയാം സർജറിയുടെ സമയങ്ങളിലെല്ലാം വെന്റിലേറ്റർ മെഷീന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചപ്പോഴൊക്കെ അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. സർജറി എന്ന് പറയുമ്പോൾ ജനറൽ അനസ്തീഷ്യ കൊടുത്തൊരു പേഷ്യന്റിന് അല്ലെ അവരെ മയക്കിയിട്ടാണ് ഓപ്പറേഷൻ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എല്ലാം ബോധാവസ്ഥയിൽ ശ്വാസം തന്നെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ആ കണ്ടീഷനിലൊക്കെ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് മസ്റ്റ് ആയിട്ടും ആവശ്യമാണ്. ഇനി അപ്പോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ആ പറഞ്ഞ മാറ്റർ തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. കണ്ടിന്യൂ ചെയ്യാലോ? എല്ലാവരും എടുത്തുക അല്ലെ? ഓക്കെ. If the patient is given general anesthesia for a surgical procedure, he is required to be on a ventilator while sleeping. In case അവര് ചിലപ്പോ ഈ മയക്കത്തിനോടൊപ്പം തന്നെ ഉറങ്ങിപ്പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. ആ കണ്ടീഷനിലൊക്കെ തന്നെ എന്താണ് ഇതിന്റെ സപ്പോർട്ട് അല്ലെ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. This is due to some anesthesia drugs that can make it difficult for the patient to breathe properly on his own while in a sleep-like state. അതായത് സാധാരണ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അവർ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ മയങ്ങി കിടക്കുന്ന മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ചില പേഷ്യൻസ് ഒക്കെ അല്ലെ അവര് നമുക്കറിയാം ചിലപ്പോ ഇൻ കേസ് ജനറൽ അനസ്തേഷ്യ അല്ലാത്ത സമയത്തും ചിലപ്പോ ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അനസ്തേഷ്യയുടെ ആ ഡ്രഗിന്റെ എഫക്ട് അതായത് ആ മെഡിസിന്റെ എഫക്ട് കൊണ്ട് ചില പേഴ്സൺസിന് പെട്ടെന്ന് തന്നെ അല്ലെ അവരുടെ ആ ഒരു കപ്പാസിറ്റി കുറയുകയാണെങ്കിൽ ചിലപ്പോൾ നോർമലി അവര് സ്ലീപ്പിംഗ് മൂഡിലേക്ക് അല്ലെ അവര് ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകും. തീർച്ചയായിട്ടും ശ്വാസം അല്ലെ അത് സാധാരണ രീതിയിൽ നടത്താനായിട്ട് ചിലപ്പോഴൊക്കെ വെന്റിലേറ്ററിന്റെ സേവനം ആവശ്യമായിട്ട് വരും. ക്ലിയർ ആണല്ലോ പാരഗ്രാഫ്? ഓക്കെ അല്ലേ? ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. വിത്ത് സർജറി the patient needs to be on ventilator for a period as follows. സാധാരണ സർജറിയുടെ സമയത്ത് ഏതൊക്കെ ടൈമിലാണ് നമ്മൾക്ക് വെന്റിലേഷന്റെ സപ്പോർട്ട് വരാറ്? ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഏതൊക്കെ സമയമാണ് സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോഴോ റിക്കവറിങ് ഫ്രം ദ സർജറി അല്ലെ. നമ്മള് ചിലപ്പോൾ സർജറി കഴിഞ്ഞ് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റുമ്പോഴും അതായത് നമ്മുടെ വാർഡിലേക്കോ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ഒബ്സർവേഷൻ ടൈമിലെല്ലാം റിക്കവറി റൂമിലെല്ലാം ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ആവശ്യമായി വരാം. അപ്പൊ ഏതൊക്കെ സമയമാണ് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നത്? ഇൻ കേസ് സർജറിയുടെ സമയത്ത് പറയൂ. ഏതൊക്കെ സമയത്താണ് സർജറി നടക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈമിൽ നമുക്ക് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ആവശ്യം വരും? ഡ്യൂറിങ് സർജറി, റിക്കവറിങ് ഫ്രം സർജറി. ക്ലിയർ ആണോ? പോയിന്റിലേക്ക് പോകാം. നമ്മൾ ആക്റ്റീവ് ആവുക അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ക്ലാസ് അല്ലെ നിങ്ങൾക്കും ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നീട് എന്തെങ്കിലും എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് വരും. അപ്പൊ ആക്റ്റീവ് ആവുക, എന്തെങ്കിലും എഴുതി വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിലൊക്കെ നോട്ട് ചെയ്ത് പോകാം. എന്താണ് പറയുന്നത്? സർജറിയുടെ സമയത്ത് ഡ്യൂറിങ് സർജറിയുടെ സമയത്ത് നോക്കാം. വെന്റിലേറ്റർ ക്യാൻ പ്രൊവിഷണലി
perform the breathing for the patient while he is under general anesthesia. നമുക്കറിയാം ഫുള്ളായിട്ട് ഒരു അനസ്തീഷ്യ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. ആ ടൈമിൽ എന്താണ് വെന്റിലേറ്റർ യൂസ് ചെയ്യും. Then recovering from surgery. സർജറി കഴിഞ്ഞ് അല്ലെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ റിക്കവർ ചെയ്യുന്ന ടൈമിൽ patient may occasionally require a ventilator to assist with the breathing for hours or longer following particularly. അതായത് ചില അവറുകൾ അല്ലെ ചിലപ്പോ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ആവശ്യകത വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റിക്കവറി ചെയ്യുമ്പോൾ ചിലര് പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. എന്താണ് ബോധാവസ്ഥയ്ക്ക് മാറി അവര് കോൺഷ്യസ് ആയിട്ട് ബോധാവസ്ഥയിലേക്കൊക്കെ വന്ന് അവരെല്ലാ കാര്യങ്ങളും അല്ലെ നമുക്കറിയാം പെയിനും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്തൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ചിലപ്പോ ചില മെഡിസിന്റെ അല്ലെ ചില അനസ്തീഷ്യയുടെ ആ മെഡിസിന്റെ കാഠിന്യം കൊണ്ട് ഒരുപക്ഷെ അവരുടെ ബോഡിയുടെ ആ ഹെൽത്ത് അതുമായി ബേസ് ചെയ്യുമ്പോൾ ചിലപ്പോഴെല്ലാം എന്താണ് റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലും ഇടയ്ക്കിടയ്ക്ക് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരാം. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രീതിങ് അല്ലെ നമുക്ക് ബ്രീതിങ് എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? അത് രണ്ടും ഇടയ്ക്ക് ക്വസ്റ്റ്യൻ കാണുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഡ്യൂറിങ് സർജറിയുടെ സമയത്ത് റിക്കവറിങ് ഫ്രം സർജറിയുടെ സമയത്താണ് പൊതുവെ വെന്റിലേറ്റർ സർജറിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് നോക്കാം. വെന്റിലേറ്റർ won't cure an illness. അതായത് ഇതിന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും രോഗങ്ങളെ മാറ്റുന്നില്ല അല്ലെ. ഒരു രോഗാവസ്ഥയിൽ വരുന്ന രോഗത്തിന് രോഗം മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉപയോഗമല്ല മെഷീൻ കൊണ്ട് ഉണ്ടാകുന്നത്. ആണോ? അങ്ങനെ ഒരു ഉപയോഗം വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു രോഗം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ രോഗം മാറാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്താണ് ആക്ച്വലി അത് വെന്റിലേറ്റർ മെഷീന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്? വെന്റിലേറ്റർ മെഷീൻ എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ബ്രീത്തിങ്ങിന് അല്ലെ, ശ്വാസോച്ഛ്വാസത്തിനെ മാത്രമാണ് അത് റിക്കവർ ചെയ്യുന്നത് വരേക്കും ഒരു സപ്പോർട്ടീവ് ആയിട്ട് അല്ലെ. നമുക്ക് ശ്വാസം എടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഉണ്ടാവാൻ ചാൻസുകൾ ഉണ്ട്. ആ തടസ്സം വരുന്ന സമയത്ത് മാത്രമാണ് വെന്റിലേറ്റർ മെഷീൻ അതിന്റെ ഉപയോഗം മാത്രമാണ് വെന്റിലേറ്റർ മെഷീൻ കൊണ്ട് സാധ്യമാകുന്നത്. അല്ലാതെ ഏത് രോഗാവസ്ഥയിൽ വന്നിട്ട് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്താലും ആ രോഗം മാറുക അല്ലെങ്കിൽ ഈ മെഷീന്റെ സഹായം കൊണ്ട് രോഗം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണ് രോഗിക്ക് ബ്രീത്തിങ് സപ്പോർട്ട് കൊടുക്കാൻ മാത്രമാണ് വെന്റിലേറ്റർ മെഷീൻ കൊണ്ട് സാധ്യമാകുകയുള്ളൂ. വെന്റിലേറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ബ്രീത്തിങ് while the body battle an infection, a disease or heals from a trauma. അതായത് നമ്മൾ അബോധാവസ്ഥയിലാക്കുമ്പോഴോ അല്ലെങ്കിൽ അസുഖങ്ങൾ പിടിപെടുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് അണുബാധയൊക്കെ അല്ലെ അണുബാധയോടൊക്കെ നമ്മുടെ ശരീരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്താണ് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് ഒരു സപ്പോർട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് വെന്റിലേറ്റർ മെഷീൻ നടപ്പാക്കുന്നത്. അതാണ് മാത്രമാണ് വെന്റിലേറ്റർ മെഷീന്റെ ഉത്തരവാദിത്തം. അതായത് അത് ഉപയോഗിച്ചിട്ട് ഒരിക്കലും രോഗം ഭേദമാക്കാൻ സാധിക്കില്ല. ഒരു കാര്യം മാത്രമേ സാധിക്കുമാകുള്ളൂ, ബ്രീത്തിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയറോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. വായിച്ചു നോക്കണോ? ഇതുവരെയും ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ. നോട്ട് ഇല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിൽ എനിക്ക് നോട്ട് ചെയ്ത് പോകാം. സർജറിയുടെ സമയത്തൊക്കെ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് രണ്ട് സമയങ്ങളിലാണ്. വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും രോഗം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ അല്ല എന്ന് മനസ്സിലാക്കുക. Okay, continue ചെയ്യാം. How does a ventilator work? എങ്ങനെയാണ് വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നത് നോക്കാം. എന്താണ് വെന്റിലേറ്റർ എന്തുകൊണ്ട് എങ്ങനെയാ വെന്റിലേറ്റർ പ്രവർത്തിക്കുക? എന്താണ് ശരീരത്തിലേക്ക് വെന്റിലേറ്റർ മെഷീനുകളുടെ സഹായത്തോടു കൂടി കിട്ടുന്നത്? ഓക്സിജൻ ഉള്ളിലേക്ക് കൊടുക്കാനും
നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെ നമ്മുടെ ശ്വാസത്തിന് ശേഷമുള്ള നിശ്വാസമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ. ഓക്കെ, ഓക്സിജൻ ശരീരത്തിലേക്ക് കടത്തിവിടാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനും അസിസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് നമ്മുടെ വെന്റിലേറ്റർ എന്ന് പറയുന്ന മെഷീൻ. മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു expecting carbon dioxide from your body and pump oxygenated air into your airways. അതായത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളേണ്ട അല്ലെ ആവശ്യകത വരുമ്പോൾ അതനുസരിച്ച് പുറന്തള്ളുകയും ഒപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പമ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് വെന്റിലേറ്ററിൽ പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു expected carbon dioxide from your body and pump oxygenated air into your air. നമ്മുടെ എയർവേ കൂടെ ഓക്സിജനെ കടത്തിവിടുകയും ഒപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും എന്ന പ്രവർത്തനമാണ് വെന്റിലേറ്ററിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ എയർവേസുകൾ ഉള്ളത്? ഇവിടെ ഏതൊക്കെയാണ് എയർവേസ്? ഓക്കെ, ക്ലിയർ ആണ്. ഏതൊക്കെ എയർവേസ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അല്ലെ. നമ്മളിങ്ങനെയൊക്കെ ശ്വാസം എടുക്കാനായിട്ട് പല രീതിയിൽ നമുക്ക് സാധ്യമാണ്. ഏതൊക്കെ രീതിയിൽ ശ്വാസം നമുക്ക് എയർ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും? ഏതൊക്കെ വഴി കൂടെ? നമുക്കറിയാം മോസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നോസ്. ഓക്കെ, നോസ്, മൗത്തിലൂടെ, ത്രോട്ടിലൂടെ, പൈപ്പിലൂടെ. നമുക്കറിയാം ഈ ഇതില് അല്ലെ നമ്മുടെ വെന്റിലേഷന്റെ ഒരു ഉപയോഗം വരുമ്പോൾ എല്ലാവർക്കും മാസ്ക് ഉപയോഗിച്ചിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ശ്വാസോച്ഛ്വാസം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെ എല്ലാം തന്നെ നമുക്ക് അല്ലെ നമുക്ക് ഈ ഒരു എയർവേസ് കൊടുക്കാൻ സാധിക്കും. ചിലർക്ക് നമുക്കറിയാം മൗത്തും നോസും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെ, പല മാസ്ക് ഉപയോഗിച്ച് കയറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അവരെന്താണ് പലതരത്തിലുള്ള അല്ലെ ആ ട്യൂബ് കടത്തിവിടാനായിട്ട് പല പ്രൊസീജിയേഴ്സും ഹോസ്പിറ്റലുകാർ അല്ലെ ഡോക്ടേഴ്സ് ചെയ്യും. നമുക്ക് നോക്കാം നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, ലങ് ട്യൂബ്സ്. ഇതെല്ലാം തന്നെ നമുക്കറിയാം എവിടെയാണ് ശ്വാസം അല്ലെ നമ്മുടെ ശ്വാസം കടത്തിവിടാൻ സാധ്യമായിട്ടുള്ള, അതായത് എയർ കടത്തിവിടാൻ സാധ്യമായിട്ടുള്ള വേകളാണ്. ആ വേകള് നമ്മുടെ നോക്കാം നോസ്, മൗത്ത്. ഇതിന്റെയൊക്കെ പ്രത്യേകത ത്രോട്ടിന്റെയൊക്കെ മറ്റൊരു പേരാണ് അല്ലെ ഫൺറൈസ്. ആ ഒരു പേരുകളൊക്കെ തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. ചിലപ്പോഴൊക്കെ മറ്റൊരു പേര് അല്ലെ അതർ നെയിംസ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതാണ് വോയിസ് ബോക്സിന്റെ മറ്റൊരു പേരാണ് ലാരിങ്സ്. ഏതാണ് വിൻഡ് പൈപ്പിന്റെ ട്രക്കിയ, ലങ് ട്യൂബിന്റെ ബ്രോങ്കി. അങ്ങനെ മറ്റു പേരുകളിലും ഇത് അറിയപ്പെടാം അല്ലെ. എല്ലാത്തിലും ശ്വസനനാളം അല്ലെങ്കിൽ ആ ഒരു വേ അല്ലെ നമുക്കറിയാം എയർവേ പോകുന്ന ആ വഴികൾ. അത്തരത്തിലുള്ള രീതിയിൽ തന്നെ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷെ അതർ നെയിംസും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ത്രോട്ടിന്റെ അതർ നെയിംസ് ആണ് ഫാങ്ക്സ്, വോയിസ് ബോക്സിന്റെ ലാരിങ്സ്, വിൻഡ് പൈപ്പിന്റെ ട്രക്കിയ, ലങ് ട്യൂബ്, ബ്രോങ്കി. ഇതൊക്കെ എന്താണ് വിൻഡ് പൈപ്പ്, വോയിസ് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ശ്വസനനാളങ്ങളാണ്. അതിലൂടെ എല്ലാം തന്നെ എയർവേസ് നമുക്ക് കടത്തിവിടാനായിട്ട് സാധിക്കും. അതായത് ശ്വാസം അല്ലെ കടത്തിവിടാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? നോട്ട് ചെയ്ത് പോകുന്നവര് എല്ലാം തന്നെ ഇതൊക്കെ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ത്രോട്ടിന്റെ അതർ നെയിമും കൂടി നോട്ട് ചെയ്ത് പോവുക. വോയിസ് ബോക്സിന്റെയും വിൻഡ് പൈപ്പിന്റെയും ലങ് ട്യൂബിന്റെയും എല്ലാം അതർ നെയിംസും കൂടി അതിനോടൊപ്പം തന്നെ നോട്ട് ചെയ്യാം. ഇതിലൂടെ എല്ലാം തന്നെ എയർ അല്ലെ ഇതെല്ലാം തന്നെ എയർവേസിന്റെ എക്സാമ്പിൾസ് ആണ്. അതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വേഗമാണ്. കണ്ടിന്യൂ ചെയ്യാലോ? സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കുന്നവരെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. One of two methods for pushing oxygen into lungs from a ventilator is either a breathing tube or a fitted mask. അതായത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ചിലർക്ക് മാസ്ക് ഉപയോഗിച്ചിട്ട്, അതല്ലാത്തവർക്ക് നമുക്കറിയാം വെന്റിലേറ്ററിന്റെ സഹായത്തില് ട്യൂബുകൾ ഉപയോഗിച്ചിട്ടുമാണ് ഇത്തരത്തിലുള്ള ഓക്സിജന്റെ ആ ഒരു വേ സാധ്യമാക്കുന്നത്. One of two methods, രണ്ട് മെത്തേഡ് അല്ലെ. ഏതൊക്കെ രീതിയിലാണ് പുഷിംഗ് ഓക്സിജൻ ഇൻ ടു ലങ്സ് ഫ്രം എ വെന്റിലേറ്റർ ഈസ് either a breathing tube അല്ലെ, അല്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബിലൂടെ കൊടുക്കാം, അല്ലെങ്കിൽ മാസ്കിലൂടെയും ഈ
ഈ ഒരു വെന്റിലേറ്റർ മെഷീന്റെ സഹായം തേടാവുന്നതാണ്. Then being on ventilator while the patient is conscious can be very uncomfortable, especially if the patient has a breathing tube down to the throat. അതായത് നമുക്കറിയാം ഈ ബ്രീത്തിങ് ട്യൂബ് ഘടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും, ഉണ്ടാവില്ലേ? നമ്മൾ സാധാരണ രീതിയിൽ നമുക്കറിയാം കുറച്ച് പ്ലേസുകളൊക്കെ ഉള്ളു അല്ലെ, ശ്വാസം എടുക്കാനും പിന്നെ പുറത്തള്ളാനൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്ലേസുകളൊക്കെയാണ് എവിടെയും ഉള്ളൂ അല്ലെ. ഈ ട്യൂബ് കൂടി കടത്തി വിടുമ്പോ ഭയങ്കര അല്ലെ ആ തിങ്ങി നിറയുന്ന ഒരു എഫക്റ്റ് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു ഫീലിങ്സ് മോസ്റ്റ്ലി നമുക്ക് തന്നെ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ where the patient is conscious can be very uncomfortable. ഭയങ്കര അല്ലെ കംഫോർട്ടബിൾ അല്ല, ഒരു സൗകര്യപ്രദമായ ലെവലിലല്ല അത് വരിക. എസ്പെഷ്യലി ദ പേഷ്യന്റ് ഹാസ് എ ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്. അതായത് പ്രത്യേകിച്ച് ഈ ട്യൂബ് വഴി നമ്മൾ ത്രോട്ടിലൂടെയൊക്കെ അല്ലെ ശ്വസനനാളത്തിലൂടെയൊക്കെ കടത്തി വിടുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെ. While attached to the ventilator, they are unable to speak, unable to eat or move അല്ലെ, unable to move about. അതായത് ഒരിക്കലും നമുക്കറിയാം ഇങ്ങനെ ട്യൂബ് ഇടുമ്പോൾ അവർക്ക് സാധാരണ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല അല്ലെ, ഭക്ഷണങ്ങൾ കഴിച്ച് ചവച്ചരച്ച് ഇറക്കാൻ സാധിക്കില്ല. ഇതിനെന്താണ് മറ്റൊരു സ്ഥലങ്ങളിലേക്കൊക്കെ അല്ലെ നമുക്ക് നാച്ചുറൽ എണീറ്റൊക്കെ പോകുന്ന മാതിരി ട്യൂബും കൂടി ഘടിപ്പിച്ചേക്കണ കാരണം അതെല്ലാം ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഓക്കെ, അത് ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. എന്താണ് ഇതിന്റെ ഒരു അല്ലെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ അറ്റാച്ച് ടു ദ വെന്റിലേറ്റർ പേഷ്യൻസ് അല്ലെ അവർക്ക് unable to speak and unable to eat or unable to move about. ഓക്കെ, അതും ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള എന്താണ് വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ചെറിയ ലെസൺ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay. Okay, a patient on ventilator requires to get monitored for this. അതായത് നമ്മളിപ്പോ പേഷ്യന്റിന്റെ ഈ വെന്റിലേറ്റർ അല്ലെ ഉപയോഗിച്ച് ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവരുടെ ബ്രീത്തിങ് ഒക്കെ നടപ്പാവുന്നത് അല്ലെ. നോർമലി അവരുടെ സാധാരണ രീതിയിലുള്ള പ്രതികരണ ശേഷികളൊന്നും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഹാർട്ട് റേറ്റ്, അതായത് ഹൃദയമിടിപ്പൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ബ്ലഡ് പ്രഷർ, അതേപോലെ തന്നെ അല്ലെ രക്തസമ്മർദ്ദം എത്രത്തോളം ഉണ്ടെന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ദെൻ റെസ്പിറേറ്ററി റേറ്റ്, അതായത് എന്താണ് മതിയായ അളവിൽ ഓക്സിജൻ ഒക്കെ പോകുന്നുണ്ടോ. ഇപ്പൊ നമുക്കറിയാം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പോവുകയും കയറുകയും ചെയ്യുന്ന ശരീരത്തിനുള്ളിലേക്ക് പോവുകയും ചെയ്യണം അല്ലെ. ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യണം അല്ലെ. ആവശ്യമുള്ളതിൽ കൂടുതൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിലേക്ക് കയറിയ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ശരീരം പ്രകടിപ്പിക്കും അല്ലെ, ഉണ്ടാവില്ലേ. ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്താൽ എഫക്ട് ഓക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് റെസ്പിറേറ്ററി റേറ്റ് നോക്കേണ്ടതുണ്ട്. ദെൻ ഓക്സിജൻ സാച്ചുറേഷൻ, അതായത് ബ്ലഡിലൂടെ അരിഞ്ഞിട്ടാണ് അല്ലെ നമ്മുടെ ഓക്സിജൻ ശരീരത്തിലേക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ആ ബ്ലഡിലൂടെയുള്ള കൗണ്ടൊക്കെ നമുക്കറിയാം ഓക്സിമീറ്റർ ഒക്കെ വെച്ച് അല്ലെ നമ്മള് പൾസ് ഓക്സിമീറ്റർ വെച്ചൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ശരീരത്തിൽ ഓക്സിജൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെയുള്ള മോണിറ്ററിംഗ് സംവിധാനം ആവശ്യമാണ്. Then also need regular chest x-rays or scans. അതായത് നമുക്കറിയാം ഒരു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ പേഷ്യന്റ് കുറെ നാളൊക്കെ കിടക്കുകയാണെങ്കിൽ ചെസ്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ പിടിപെട്ടിട്ടുണ്ടോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്റേകളും സ്കാനൊക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. Then additionally
blood test may be required to determine the blood's oxygen in carbon dioxide levels. അതായത് ചിലപ്പോൾ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലഡ് എടുത്ത് അല്ലെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിധേയമാകും. എത്രത്തോളം ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ അല്ലെ വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ ബ്രീതിങ്ങിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും കൂടി മോണിറ്റർ ചെയ്യണമെന്നുള്ളതാണ്. ജസ്റ്റ് വായിച്ച് നോക്കാം. Continue ചെയ്തു പോകാലോ. What are the benefits of mechanical ventilation? നമുക്കിപ്പോ മെക്കാനിക്കൽ വെന്റിലേഷൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പേഷ്യന്റിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി വെന്റിലേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും അല്ലെ, ഒരുപാട് പേർക്ക് ബെനിഫിറ്റുകൾ നമുക്കറിയാം. നമ്മൾ അല്ലെ പരിചിതമായിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ആദ്യം അല്ലെ അഡ്മിഷന്റെ സമയത്തൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു. പിന്നെ റിക്കവർ ചെയ്ത് ഇപ്പൊ ആ വ്യക്തി പൂർണ്ണമായിട്ടും അല്ലെ സൗഖ്യമുള്ളവരായിട്ട് അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ മാറി നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? കേട്ടിട്ടില്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ, ചിലപ്പോഴൊക്കെ ചിലർക്കെങ്കിലും വെന്റിലേറ്ററിന്റെ സഹായം ഇടയ്ക്കെങ്കിലും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ റിക്കവർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ മോസ്റ്റ് ആയിട്ട് നമുക്കറിയാം അതിന് അതിൻ്റെതായ ബെനിഫിറ്റുകളും ഉണ്ട് അല്ലെ. The patient does not have to exert as much effort to breathe. എപ്പോഴാണ് ശരിക്കും വെന്റിലേഷൻ ആവശ്യമായിട്ട് വരിക? മതിയായ രീതിയിൽ നമുക്ക് അല്ലെ നമ്മൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആരോഗ്യം ഇതിനനുസരിച്ചിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത അല്ലെ നമ്മുടെ ആരോഗ്യാവസ്ഥ വഷളാവുന്ന സമയത്താണ് വെന്റിലേറ്റർ മെഷീന്റെ ഒരു സഹായം ആവശ്യമായിട്ട് വരുന്നത്. പേഷ്യൻസ് ബ്രീതിങ് ഈസ് likely to become normal അല്ലെ. നമ്മളൊരു ബ്രീതിങ് സാധാരണ രീതിയിൽ നോർമൽ ആകുന്ന രീതിയാണെങ്കിൽ നമുക്കറിയാം വലിയ കുഴപ്പമില്ല, വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമില്ല അല്ലെ. നോർമൽ അല്ലാത്ത ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് വരേക്കുമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വെന്റിലേറ്റർ മെഷീന്റെ സഹായം തേടി വരാം. The patient receive as much oxygen as he or she requires. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് മതിയായ അളവിൽ ഓക്സിജൻ ചെല്ലണം അല്ലെ. കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നിശ്ചിത അല്ലെ ഇത്ര അളവുണ്ട്. ആ അളവിനുള്ളിൽ തന്നെയുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയും അതിനനുസരിച്ച് അല്ലെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളേണ്ട അളവിൽ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും വേണം അല്ലെ. അങ്ങനെ അല്ലെ പേഷ്യന്റിന് മതിയായ അളവിൽ ഓക്സിജൻ കിട്ടാതെ വരികയാണെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അതായത് റിക്വയർസ് അല്ലെ ഓരോ പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു രോഗി എന്താണോ ഓക്സിജൻ എത്രത്തോളം ഓക്സിജൻ ആവശ്യമുണ്ടോ അത്രത്തോളം ഓക്സിജൻ നേടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വെന്റിലേറ്റർ മെഷീന്റെ സഹായം തേടേണ്ടി വരും. മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ എയർവേ ആൻഡ് അതായത് നമ്മുടെ സ്റ്റെബിലിറ്റി അല്ലെ നമ്മുടെ ശരീരത്തിന്റെ സ്ഥിരമായ ഒരവസ്ഥ. ചിലപ്പോ നമ്മുടെ ശരീരത്തിലേക്ക് വായു വലിച്ചെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോഴൊക്കെ അല്ലെ ആ എയർവേ നമുക്ക് സാധാരണ രീതിയിൽ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് വെന്റിലേറ്റർ മെഷീന്റെ ആവശ്യകത വരിക. Then permits the medication to work and body to make better. അതായത് മരുന്നുകളോട് പ്രതികരിക്കാനൊക്കെ പറ്റാത്ത അല്ലെ ഒരുപാട് ഓവർഡോസ് മരുന്നുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തതായിരിക്കും അല്ലെ. അപ്പൊ ശരീരത്തിന് സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത കഴിയാത്ത അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജസ് ആവും അല്ലെ. അപ്പൊ അതിന് പ്രതികരിക്കുന്ന അത്രയും വരെയുള്ള സമയങ്ങളിലേക്കൊക്കെ ചിലപ്പോ വെന്റിലേറ്ററിന്റെ സഹായം തേടേണ്ടി വരാം. മെഡിറ്റേഷൻ ടു വർക്ക് and the body to make a better. ഒക്കെ നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായം തേടേണ്ടി വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പേഷ്യന്റ് ഓക്കെ ആവുമ്പോൾ നമുക്കത് വേണ്ടാന്ന് വെക്കുകയും ചെയ്യാം അല്ലെ. അതാണ് അതിന്റെ പ്രത്യേകത.
എന്തൊക്കെയാണ്? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലെ, നമുക്ക് അറിയാവുന്നതുമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് പോകാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ബ്രേക്കുകളൊക്കെ വയ്ക്കുന്നത്. വേഗം അവർ നോട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം, എന്താണ് റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ. എന്താണ് നമ്മൾ വെന്റിലേറ്ററിന്റെ അല്ലെ ഒരു എന്തുകൊണ്ടാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വരുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപകടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന അപകട സാഹചര്യങ്ങൾ എന്താന്ന് നോക്കാം. ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ ആൻ വെന്റിലേറ്റർ അല്ലെ. നമ്മുടെ ജീവിതം എന്നുള്ളത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് വെന്റിലേറ്ററിന്റെ സഹായം തേടേണ്ടി വരും ചിലപ്പോഴെങ്കിലും അല്ലെ. കുറവല്ലാത്ത ലൈഫ് ക്യാൻ ബി സേവ്ഡ് എ വെന്റിലേറ്റർ. വെന്റിലേറ്റർ കൊണ്ട് ലൈഫിനെ എന്താണ് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്താ പറയുന്നത്, ലൈക്ക് അതർ ഇൻവെസ്റ്റ്മെന്റ്സ് വെന്റിലേറ്റേഴ്സ് ക്യാൻ കോസ് ഫ്യൂച്ചർ സൈഡ് എഫക്ട്സ്. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ലൈഫ് സേവിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. പക്ഷെ അതിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് അല്ലെ. കുറച്ച് നാളൊക്കെ അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നാച്ചുറലി അനുമാനിക്കാൻ പറ്റും ഇല്ലേ, ഉണ്ടാവില്ലേ? മോസ്റ്റ്ലി നമുക്കറിയാം റിക്കവർ ചെയ്ത പേഴ്സൺസ് ഒരുപാടുണ്ട് അല്ലെ. അവര് അതിനെയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇൻ കേസ് ചിലപ്പോ പല അസുഖങ്ങളിലും ഇതുമൂലം ഒരുപാട് തടസ്സങ്ങളും ഉണ്ടാവാൻ, സൈഡ് എഫക്റ്റുകൾ വരാനായിട്ടും സാധ്യതയുണ്ട്. ദിസ് മോർ കോമൺ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഓൺ എ വെന്റിലേറ്റർ ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ്. നമുക്കറിയാം ഈ വെന്റിലേറ്റർ ഒരുപാട് നാൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവുക അല്ലെ. കുറച്ച് സമയം നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയപ്പോ വെന്റിലേറ്റർ ഉപയോഗിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് റിക്കവറി റൂമും കഴിഞ്ഞ് സാധാരണ വാർഡിലേക്കൊക്കെ കൊണ്ടുവന്നപ്പോ വെന്റിലേറ്റർ ഉപയോഗിച്ചില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തിക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെ, വെന്റിലേറ്ററിൻ്റെതായിട്ടുള്ള ആ ഒരു മാറ്റേഴ്സ് ഒക്കെ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും, റിക്കവർ ചെയ്ത് പോകാൻ സാധിക്കും. അതേസമയം ഒരുപാട് നാള് വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിക്കുന്ന പേഷ്യന്റ് ആണ് എങ്കിൽ അവർക്ക് എന്താണ് ഒരുപാട് ചില പോലെ ആഫ്റ്റർ എഫക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ സാധ്യതകളായിരിക്കാം വരാൻ സാധ്യത. ഒരുപാട് നാള് വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഉറങ്ങി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളും കൂടി ഒന്ന് ആക്റ്റീവ് ആവാം. ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്, അണുബാധ വരാൻ സാധ്യതയുണ്ട്. വേറെ ഒരു അസ്വസ്ഥതയും ഉണ്ടാവില്ലേ? വെന്റിലേറ്റർ മെഷീൻ ഉപയോഗിച്ച് കുറെ ബ്ലഡ് ക്ലോട്ട് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു വശത്തേക്കൊക്കെ കിടന്ന കിടപ്പിലൊക്കെ അല്ലെ. റിജേഷൻ നമുക്കറിയാം ഒരുപാട് നാളത്തേക്കൊക്കെ ചിലപ്പോൾ സംസാരിക്കാനൊന്നും പറ്റിയത് വരില്ല, കാരണം കുറെ നാളൊക്കെ ഉപയോഗിച്ചല്ലേ. അപ്പൊ അവർക്ക് അതിന്റെ റിക്കവർ ആകുന്നവരേക്കും കുറച്ച് നാളത്തേക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ കിടപ്പായി പോവാൻ അല്ലെ, ട്രോമ ഓപ്പറേഷൻസ് ഒക്കെ ആവാനായിട്ടുള്ള നമുക്കറിയാം ക്ലോട്ടിങ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ലങ്സ് ഡാമേജ് ആയി പോകാനായിട്ട് അല്ലെ. സാധാരണ രീതിയിൽ നമ്മുടെ ലങ്സ് പ്രവർത്തിക്കേണ്ടതാണ്, പക്ഷെ ഈ ഒരു ബ്ലഡ് ക്ലോട്ട്സ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴെന്താണ് ലങ്സ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാതെയാവും. പിന്നെ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ഇൻഫെക്ഷൻ ഫസ്റ്റ്ലി പറഞ്ഞ മാതിരി തന്നെ എന്താണ് അണുബാധ. അണുബാധ വരിക എന്നുള്ളത് നമുക്ക് നാച്ചുറൽ അറിയാലേ. അതെങ്ങനെയാണ് ആ ട്യൂബ് കുറച്ച് നാൾ കിടക്കുക എന്നുള്ളത് എന്താണ്, അത് ലങ്സിലേക്ക് എന്തെങ്കിലും അണുക്കൾ വരാനായിട്ടുള്ള സാധ്യതയും കൂടി വർദ്ധിപ്പിക്കും അല്ലെ. വൺ ഓഫ് ദ മെയിൻ റിസ്ക് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ വിത്ത് എ ബ്രീത്തിങ് ട്യൂബ് ഈസ് എ ഇൻഫെക്ഷൻ. അതായത് പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെക്ഷൻ, അണുബാധ വരാൻ സാധ്യതയുള്ളതാണ്. Fluid and mucus develop in throat and windpipe can permit the germs to pile up on the breathing tube. അതായത് നമുക്കറിയാം ഫ്ലൂയിഡുകൾ അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ദ്രവങ്ങൾ അല്ലെ, ആ ഇതുകളെല്ലാം തന്നെ ഫ്ലൂയിഡ്സുകളും അതേപോലെ തന്നെ രോമങ്ങൾ അല്ലെ, മ്യൂക്കസ് ഒക്കെ വളരുന്നതാണ് അല്ലെ. നാച്ചുറലി തന്നെ ഉണ്ടാവുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ ദ്രവങ്ങൾ. നമുക്കറിയാം ന്യൂസിലും അല്ലെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും ദ്രാവകങ്ങള് ഓൾറെഡി ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ അടിഞ്ഞുകൂടാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ രോമങ്ങളെല്ലാം അതൊക്കെ ഓൾറെഡി വളർന്നു വരേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം എന്താണ് വെന്റിലേറ്ററിലൊക്കെ അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്.
ഇതാണ് പറയുന്നത് fluid and mucus develop in throat and windpipe can permit germs to pile upon the breathing tube. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ അണുക്കൾ വളരാനായിട്ട് അല്ലെ അവർക്ക് അണുക്കൾക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമുക്കറിയാം ബാക്ടീരിയ, ഫംഗസ്, വൈറസ് അങ്ങനെ പലതരത്തിലുള്ള ഇതുകൾ ചെറിയ സൂക്ഷ്മ ജീവികളൊക്കെ ഡെവലപ്പ് ചെയ്തു വരാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്. This can increase the risk of developing pneumonia. Sinus infections are also usual with a breathing tube. അപ്പൊ അതിലൂടെ എന്താണ് സംഭവിക്കാൻ സാധ്യത? അങ്ങനെ അണുക്കൾ വരുമ്പോൾ എന്താണ് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതൽ അല്ലേ. നമുക്ക് സാധാരണ രീതിയിലുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനമല്ല അവിടെ നടക്കുന്നത്. എന്താണ് അവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അല്ലെ നമ്മുടെ ശരീരത്തിലേക്ക് ട്യൂബ് കടത്തി വിടുമ്പോൾ അതിലൂടെ നമ്മൾ ഈ പറഞ്ഞ ഫ്ലൂയിഡ്സുകളും അല്ലെ രോഗങ്ങളൊക്കെ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവിടെ എന്താണ് ജേംസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. തീർച്ചയായിട്ടും നമുക്കറിയാം അതൊരു ഇൻഫെക്ഷന് കാരണമായിട്ട് മാറുന്നു. പിന്നെ വീണ്ടും എന്താ പറയുന്നത്, ദിസ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ അല്ലെ. അതിലൂടെ നമുക്ക് ന്യൂമോണിയ പോലെയുള്ള പനികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സീനസ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് എന്താ, അതായത് നമ്മുടെ കണ്ണിന്റെയും മൂക്കിന്റെയൊക്കെ ഉള്ളില് ചെറിയ ചെറിയ അറകളുണ്ട് അല്ലേ, അവിടെയൊക്കെ രോഗാണുകൾ അല്ലെ. അവിടെ അറകളൊക്കെ എന്താണ് സംഭവിക്കുന്നത്, അവർക്കൊക്കെ ഇത് അറകളിലെല്ലാം അതെ മാക്സിലറി സ്നീക്കേഴ്സ്, അതായത് ഇൻഫെക്ഷൻ ആ ട്യൂബ് ഉപയോഗിക്കുമ്പോൾ എന്താണ് ആ അറകളിലും എന്താണ് ഇത്തരത്തിലുള്ള അണുക്കൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ അണുക്കള് ലങ്സിലേക്ക് വീണ്ടും നീങ്ങാൻ കഴിയും. അത് എന്താണ് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ വരും. മൂക്കിന്റെയും കണ്ണിന്റെയും ചുറ്റിലായിട്ടാണ് എന്ത് അറകൾ കാണുന്നത് അല്ലെ. ഈ അറകളിൽ എന്താ ഈ പാളികളിൽ ഉണ്ടാകുന്ന ഒരു നീർവീക്കം അല്ലെ. നമ്മുടെ സാധാരണ രീതിയിൽ നിന്ന് അത് വ്യത്യസ്തമായിട്ട് ഇതിനൊക്കെ നീർവീക്കം സംഭവിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മളെ അല്ലെ നമ്മുടെ ത്രോട്ടിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഈ ട്യൂബ് സ്റ്റക്കാവുകയാണ് അല്ലെ. അപ്പൊ അവിടെ ഇതിനൊക്കെ എന്താണ് ഡാമേജ് ഉണ്ടാക്കിയാണ്, ഇതിനൊക്കെ ഒന്ന് ഫോഴ്സ് ചെയ്യാം അല്ലെ. അപ്പൊ അതുമൂലം നീർവീക്കം ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അതാണ് അവിടെ പറയുന്നത് എന്താണ് സീനസ് ഇൻഫെക്ഷൻസ് are also usual with the breathing tube. അപ്പൊ ഈ ബ്രീത്തിങ് ട്യൂബ് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. നാച്ചുറലി നമ്മുടെ ശരീരത്തിന്റെ ബ്രീത്തിങ് നടക്കുകയാണെങ്കിൽ കോൾഡ് അലർജീസ് ഒക്കെ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് സാധാരണ രീതിയിൽ ശ്വാസം വീണ്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ. കുറച്ച് നാളെ വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ലാതെയൊക്കെ ആണെങ്കിൽ ആ വെന്റിലേറ്റർ മെഷീൻ നീക്കം ചെയ്ത് നമുക്ക് ശരീരം അല്ലെ നമുക്ക് സാധാരണ രീതിയിലേക്ക് പോകാൻ സാധിക്കും. പക്ഷെ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ പല അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ജലദോഷവും അലർജിയും പനിയും അല്ലെങ്കിൽ നീർവീക്കോ അങ്ങനെയൊക്കെ വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതൊക്കെ കൂടുതൽ മോശം സ്റ്റേജിലേക്കൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം അല്ലെ. പേഷ്യൻസിന് ക്രിട്ടിക്കൽ സ്റ്റേജുകളിലേക്ക് പോകേണ്ടി വരും. ക്ലിയർ ആയോ ഇൻഫെക്ഷൻ എന്നുള്ള പോയിന്റ്? നമുക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ 2-3 രോഗാവസ്ഥകൾ പറഞ്ഞതുകൊണ്ട് അവരെ ജസ്റ്റ് ഒന്ന് വായിക്കും നോക്കാൻ പറഞ്ഞത്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. ഇറിറ്റേഷൻ. ഓക്കെ, ഇറിറ്റേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ടാപ്പ് അഗെയിൻസ്റ്റ് ദ ഇറിറ്റേറ്റ് ദ ത്രോട്ട് ഓർ ലങ്സ് അല്ലെ. നമ്മുടെ ലങ്സിനെയും ത്രോട്ടിനെയൊക്കെ അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ അല്ലെ അത് ആ ഒരു സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും. ഇറ്റ് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. നമുക്ക് ചുമയൊക്കെ അല്ലെ നമുക്ക് ചുമയൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥതകൾ വരുന്നത്. ഇപ്പൊ ഇൻ കേസ് നമുക്ക് ശ്വാസം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ വരുമ്പോൾ കുഴപ്പമില്ല. അതേസമയം നമ്മുടെ ശ്വാസത്തിന് നോർമലി ഉള്ള നമ്മുടെ ശ്വാസത്തിന് തടസ്സം വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ചുമക്കും. ചുമ വരില്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറിറ്റേഷൻ വരുമ്പോ എന്താണ് നമുക്ക് ചുമയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? വോക്കൽ കോഴ്സ് ഇഷ്യൂ. എന്താണ് വോക്കൽ കോഴ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്? അതായത് ഇതും നമുക്കറിയാം ശ്വസനനാളവുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് അല്ലെ. ബ്രീത്തിങ് ട്യൂബ് ഗോസ് ടു ത്രോ ദ വോയിസ് ബോക്സ് ആൻഡ് ഇറ്റ്സ് വിത്ത് എന്താണ് കൺസിസ്റ്റ് ഓഫ് വോക്കൽ കോഴ്സ്. അതായത് നമ്മുടെ വോയിസ് അല്ലെ നമ്മുടെ ശ്വസനനാളത്തിലൂടെ പോകുമ്പോൾ തന്നെ അവിടെ നമുക്ക് വോയിസും ആ ഭാഗത്ത് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് വോയിസിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശ്വാസനാളത്തേക്കൊക്കെ
ഈ വെന്റിലേറ്റർ മെഷീൻ മാറ്റി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ആള് സംസാരിക്കാനൊന്നും തുടങ്ങില്ല. കുറച്ച് നാൾ ഉപയോഗിച്ചതാണെങ്കിലും കുറച്ച് ഡിലേ ആയിട്ടൊക്കെയാണ് അവര് സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്. കാരണം എന്താ, വോയിസ് ബോക്സിലും പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു തിക്കി അല്ലെ, തിങ്ങി നിറഞ്ഞാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, cannot speak എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. This is why the patient cannot speak when being on a ventilator. വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. The breathing tube can harm the voice. അതിനെ എന്താണ് അല്ലെ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് വോയിസ് ബോക്സിനെ. അത് ആ ട്യൂബ് ഇറിറ്റേറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ സംസാരിക്കാനായിട്ട് പറ്റാതെ. പിന്നെന്താണ് പൾമണറി എഡിമ. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് പോകാലോ. അപ്പൊ നമുക്ക് അറിയാം, ഇവിടെ ഈ പറഞ്ഞോളാം ഫ്ലൂയിഡ്സും ദ്രാവകങ്ങളും അല്ലേ, നമ്മുടെ മ്യൂക്കസും എല്ലാം കൂടി ഉള്ള ഭാഗത്തേക്കാണ് ഈ ട്യൂബ് കടത്തി വിടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ the air sacs in the lungs can get filled up with ഇല്ലെന്നല്ല ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഫ്ലൂയിഡ് എന്നുള്ള ചേഞ്ച് ചെയ്തേര്, മാറ്റി ചെയ്തേര്. filled up with fluid. അപ്പൊ നമ്മളുടെ ശരീരത്തിന്റെ ആ സ്രവങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് അല്ലെ നമുക്ക് അടിഞ്ഞുകൂടും. അപ്പൊ നമുക്കറിയാം അതുമൂലം പൾമണറി എഡിമയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്, അതായത് ഇതരം മെഡിക്കൽ സാക്സ്, എയർ സാക്സ്, അതായത് അറകളിലേക്കൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, എയർ പോകുന്ന പ്ലേസിലൊക്കെ ആ അറകളിലേക്കൊക്കെ എന്താണ് ഈ ഒരു ദ്രാവകങ്ങള് അടിഞ്ഞുകൂടുന്നത് കൊണ്ട് നമുക്ക് നേരവണ്ണം അതിന്റെ പ്രവർത്തനം നടപ്പാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നീർക്കെട്ടൽ സംഭവങ്ങളൊക്കെ വന്നുകൂടും. പിന്നെ എന്താണ്, തീർച്ചയായിട്ടും നോർമലി നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, കുറച്ച് നാളത്തേക്കൊക്കെ അല്ലെ ഒരു വശമൊക്കെ ശരി നമ്മള് വെന്റിലേറ്ററിന്റെ സഹായമാണ് തേടുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, cannot move, cannot speak, cannot eat എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടപ്പായിട്ട് നിൽക്കേണ്ട അല്ലെ, കിടക്കേണ്ട അവസ്ഥയ്ക്ക് വരുമ്പോൾ എന്താണ് ഫ്ലോട്ടിങ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഇതാണ് പറയുന്നത് ബ്ലഡ് ക്ലോട്ട്സ്. Lying in the same position for a long time can enhance the risk of blood clots forming. അതായത് നമ്മുടെ രക്തപ്രവാഹം എന്താണ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് രക്തം കട്ട പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്തുകൊണ്ട്, സെയിം പൊസിഷനിലാണ് നമ്മൾ ഒരുപാട് നാള് കിടക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ, ജസ്റ്റ് വായിച്ചു നോക്കാം. ചെറിയൊരു ഭാഗം കൂടി നമുക്ക് എടുക്കാനുള്ളൂ. ചെയ്യുന്നവര് ഗ്രൂപ്പ് ചെയ്ത് പോകട്ടോ. ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ചെയ്ത് പോട്ടെ. ഓക്കെ, sedation. ഓക്കെ, sedation എന്താ നോക്കാം. sedation related dementia. അതായത് this can be result. ഓക്കെ, this can be resulted by the sedative and many other medications provided to an individual who is on a ventilator with the breathing tube. അതായത് നമുക്കറിയാം ഒരുപാട് മെഡിസിൻസ് ഒക്കെ അല്ലെ, ഇവിടെ സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ചിലപ്പോൾ കിടന്ന പേഷ്യൻസ് ഒക്കെ ആ പെയിനൊന്നും അവർക്ക് വയ്യാത്ത അല്ലെ, അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ
വെന്റിലേറ്റർ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് എന്താണ് ശരിയാക്കി മയങ്ങി കിടക്കുന്ന മരുന്നുകളെല്ലാം കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഒരു ബ്രീതിങ് ട്യൂബിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവര് എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റേജുകൾ കവർ ചെയ്യുന്നത്. This can be recepted by the sedatives and many other medications provided to an individual who is on a ventilator with the breathing. അവര് വെന്റിലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, അതിനോടൊപ്പം തന്നെ എന്താണ് സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസും കൊടുക്കും. അപ്പൊ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഡിമെൻഷ്യ അല്ലെ, നമ്മളുടെ സംഭവങ്ങളൊക്കെ അവർക്കറിയാം, ഡിമെൻഷ്യ പോലെയുള്ള അസുഖത്തിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്കറിയാം. പലതരത്തിലുള്ള മെഡിസിൻസും കൊടുക്കുന്നുണ്ടാവും, ഒപ്പം തന്നെ വെന്റിലേഷന്റെ സപ്പോർട്ട്. അപ്പൊ നാച്ചുറലി നമ്മുടെ ബ്രെയിനൊന്നും ഇന്നലെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഓർമ്മ പുതുക്കല് ഒന്നും ഉണ്ടാവില്ല അല്ലേ. നിങ്ങൾ മെമ്മറിയിൽ ഓർത്തു നോക്കുക. അപ്പൊ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്താണ് അവർക്ക് ഡിമെൻഷ്യ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? അതായത് എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് നാള് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് അതിനോടൊപ്പം തന്നെ പല സെഡേറ്റീവ് മെഡിസിൻ ഒക്കെ കൈകാര്യം ചെയ്യുന്ന പേഷ്യന്റ് ആവുമ്പോഴാണ് സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ ഒക്കെ അവർക്ക് അനുഭവപ്പെടുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ല? ഓക്കെ. നെക്സ്റ്റ് നോക്കാം, ഫ്ലൂയിഡ് ഓവർലോഡ്. നമ്മൾ കണ്ടേന്നല്ലേ പലതരത്തിലുള്ള ശരീരദ്രവങ്ങൾ അടിഞ്ഞുകൂടുന്നത് ഓവർലോഡ് ആയിട്ട് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. This can be caused by continuous infusions, drug toxicity and renal failure. അതായത് നമ്മൾ ഒരുപാട് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷാംശങ്ങളും എല്ലാം തന്നെ ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കും. ഒരുപാട് മെഡിസിൻസ് ഒക്കെ വരുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ റീനൽ ഫെയിലിയർ എന്ന് വെച്ചാൽ എല്ലാം ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കിടന്നിട്ടൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ എന്താണ് അവരുടെ കിഡ്നി ഫംഗ്ഷനും എല്ലാം തന്നെ ഫെയിലിയർ ആവാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. ഫ്ലൂയിഡ് ഓവർലോഡ് ആകുന്ന സാഹചര്യങ്ങൾ. നിറയെ ഫ്ലൂയിഡ് വരാനായിട്ടുള്ള സാധ്യത എന്തുകൊണ്ടാണ്? ഇത് അല്ലെ നമ്മൾ ഈ വെന്റിലേറ്റർ മെഷീനിൽ ഒക്കെ ഘടിപ്പിച്ചത് കൊണ്ട് തന്നെ ഫ്ലൂയിഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് അത് ശരീരത്തിന്റെ ദഹനേന്ദ്രിയ പ്രവർത്തനങ്ങളെയൊക്കെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് കിഡ്നി ഫംഗ്ഷനൊക്കെ ഒരു ഫെയിലിയർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ടായിരുന്നു. ലങ് ഇഞ്ചുറി. ലങ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നോക്കാം, വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ്. ദിസ് ക്യാൻ occur for several reasons. അതായത് ലങ്സ് വീക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. നമുക്ക് അറിയാം ശ്വസനാളത്തിലൂടെയാണ് നമ്മുടെ ത്രോട്ടിലൂടെയൊക്കെ ആയിരിക്കും ഈ ട്യൂബ് കടത്തി വിടുക. നമുക്ക് ഏതൊക്കെ റീസൺസ് ആണ്? എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. അതായത് നോർമൽ ലിമിറ്റിനേക്കാൾ നമുക്ക് അറിയാല്ലേ, കാരണം അതിനേക്കാൾ കൂടുതൽ ചിലപ്പോ ആണെങ്കിൽ എയർ പ്രഷർ ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ ശരീരത്തിനേക്കാൾ ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ എയർ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എയർ സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ അല്ലെ, ന്യൂമോത്രാക്സ്. അതായത് നമ്മുടെ ചെസ്റ്റിന് അതിനും കാവില്ലേ അല്ലെ, നമ്മുടെ സ്പേസ് എല്ലാ സ്പേസിലേക്കൊക്കെ എയർ വ്യാപിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അത് ചെസ്റ്റിന്റെ വാളിലൊക്കെ അത് എയറുകളൊക്കെ ചെല്ലാനായിട്ടും അവിടെയൊക്കെ എയർ നിറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ന്യൂമോത്രാക്സ് ഒക്കെ വരുന്നത് ആ ഒരു ടൈമിലാണ്. എന്താണ് വീണ്ടും പറയുന്നത്? ഓക്സിജൻ ടോക്സൈറ്റി, ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ലങ്സിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ ചെല്ലുമ്പോഴും അതെന്താണ് ഓക്സിജൻ ടോക്സൈറ്റി എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. നമുക്കറിയാം എയർവേ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടല്ലേ ഓരോ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ആ ശരീരത്തിൽ നാച്ചുറലി നമ്മളത് സ്വാഭാവികമായിട്ട് വലിച്ചെടുക്കുന്നതാണ്. നമുക്ക് ആവശ്യമില്ല കാർബൺ ഡയോക്സൈഡ് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വെന്റിലേഷന്റെ സപ്പോർട്ട് വരുമ്പോഴെന്താണ് ചിലപ്പോ അധികമായിട്ട് എയർ ശരീരത്തിലേക്ക് പ്രവേശിക്കാനും അത് മറ്റു പല ഭാഗത്തേക്കൊക്കെ നീങ്ങാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതുമൂലമായി ഉണ്ടാവുന്ന അല്ലെ ഡിഫിക്കൽട്ടീസും വരാനായിട്ടുള്ള സാധ്യതകളുണ്ടായിരുന്നു. ജസ്റ്റ് വായിച്ചു നോക്കാം. അതിന്റെ ആഫ്റ്റർ അല്ലെ സൈഡ് എഫക്ട്സുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആണോ? ചെറിയ ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. കൂടുതൽ എടുത്ത് തീർന്നോ?
അധികമായില്ലല്ലോ അല്ലേ? ക്ലിയർ ആയിട്ടുള്ള ഭാഗങ്ങളല്ലേ? ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ? ഇതിനെ തടസ്സമില്ലല്ലോ. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. Who attends to the patient on a mechanical ventilator? ആരൊക്കെ നമ്മൾ ഈ മെക്കാനിക്കൽ വെന്റിലേറ്റർ അല്ലെ അത് ആരൊക്കെ ശ്രദ്ധിക്കണമെന്നോ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത്? The patients who are mechanically ventilated care providers like ആരൊക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ സന്നദ്ധരാകും? Physicians, anesthetists, pulmonary specialists, then physiotherapist or a respiratory therapist and nurses are liable to take care of them. അതായത് ഇവരെല്ലാം തന്നെ ഈ വെന്റിലേറ്റർ മെഷീൻ അത് അതിന്റെ പ്രവർത്തനം നിരീക്ഷിക്കേണ്ടവരാണ് അല്ലെ? നമുക്കറിയാം ചില സാധാരണയായിട്ട് പൾമനോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ആരാണ്? അവര് ജസ്റ്റ് അല്ലെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലെ? അതേപോലെ തന്നെ അനസ്തേഷ്യ കൊടുക്കുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെ നമ്മള് മൈക്ക് എടുക്കുന്ന മെഡിസിൻസ് ഇൻജക്ട് ചെയ്യുന്നവരാണ് അനസ്തേഷ്യസ്റ്റ്. അതേമാതിരി തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് അല്ലെ ഫിസിഷ്യൻസ് ഡോക്ടേഴ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ ഇവർക്ക് ലയബിൾ ആണ് അല്ലെങ്കിൽ ഇവർക്ക് കെയർ ചെയ്യാനായിട്ട് ഇവരെ സംരക്ഷിക്കാനായിട്ട് ലയബിൾ ആണ്. അവരായിരിക്കും മിക്കവാറും വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ അല്ലെ? അപ്പൊ പ്രധാനമായിട്ടും എന്താണ്? ഫിസിഷ്യൻസ്, അനസ്തെറ്റിസ്റ്റ്, then pulmonary specialist, then എന്താണ്? ഫിസിയോതെറാപ്പിസ്റ്റ്. നമുക്കറിയാം അവർക്ക് അല്ലെ നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവര്. then റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, അതായത് നമ്മുടെ ശ്വാസകോശ അല്ലെ ശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നവരാണ് അവര്. and nurses are liable to take care of them. മനസ്സിലായില്ല? വെന്റിലേറ്ററിൽ ഇന്റൻസീവ് കെയർ ഉണ്ടോന്നാണ്. ഇന്റൻസീവ് കെയർ ഡിപ്പാർട്ട്മെന്റ് ICUലൊക്കെ നമ്മൾ സാധാരണയായിട്ട് അവരെയൊക്കെ അല്ലെ നമുക്കറിയാം മെക്കാനിക്കൽ വെന്റിലേറ്റർ യൂസ് ചെയ്യും. പക്ഷെ ICUല് നമ്മൾ ഉപയോഗിക്കുന്നത് ആരെങ്കിലും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടായിരിക്കും അല്ലെ? അവരായിരിക്കും അതിന്റെ ഇന്നലെ നമ്മളിപ്പോ നഴ്സുമാരെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ നഴ്സസ് ആണ് ലയബിൾ ടു ടേക്ക്. ഇന്റൻസീവ് കെയറിൽ ചെല്ലുമ്പോൾ അവിടെ മോസ്റ്റ്ലി കെയർ ചെയ്യേണ്ടത് അല്ലെ അവർക്ക് ആ ശുശ്രൂഷ കൈകാര്യം ചെയ്തു പോകുന്നത് നഴ്സിംഗ് ഫീൽഡിലുള്ളവരായിരിക്കും. തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ റെക്കമെൻഡേഷനോട് കൂടിയിട്ടായിരിക്കും അവർക്ക് വെന്റിലേഷന് സപ്പോർട്ട് ആവശ്യമായിട്ട് വരുമെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ കണ്ടത് നെക്സ്റ്റ് എന്ന് പറയും. ക്ലിയർ ആയില്ല എന്ന് നോക്കാം. ഇവിടെ പറയുന്ന റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നഴ്സസ് ആർ ലയബിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. നമ്മള് വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെ കെയർ ചെയ്യണം അല്ലെ? തീർച്ചയായിട്ടും ഇവരെ സപ്പോർട്ട് ഇപ്പൊ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ? ഇപ്പൊ ഒരു അനസ്തേഷ്യോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ് വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ അവര് ബോധം വന്നു റിക്കവർ ആയി എന്ന് അവരെ ഇൻഫോം ചെയ്യുമ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റ് എന്താണ് പറയാ? അത് ഓക്കെ എന്നാൽ റിമൂവ് ചെയ്തു. പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ അവരുടെ ഒരു ബേസിക്കലായിട്ട് ഒരു തീരുമാനമെടുക്കും അല്ലെ? ഡിസിഷൻ എടുക്കും. തീർച്ചയായിട്ടും നഴ്സ് വേണ്ടാന്ന് വെക്കും. അതേമാതിരി തന്നെ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം തന്നെ അല്ലെ അത് വേണമെന്ന് റെക്കമെൻഡ് ചെയ്യും. നഴ്സിനോട് പേഷ്യന്റിനെ വേണമെന്ന് റെക്കമെൻഡ് ചെയ്യും. ഇവരത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. വേണ്ട ഇപ്പൊ ഊരണ്ട അല്ലെ ഇപ്പൊ വെന്റിലേറ്റർ മെഷീന്റെ ഉപയോഗം നിർത്തിവെക്കണ്ട, കണ്ടിന്യൂ ചെയ്തോളം തന്നെ ഇവര് ചിലപ്പോഴൊക്കെ റെക്കമെൻഡ് ചെയ്യും. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് തന്നെ പേഷ്യന്റിനെ കൈകാര്യം ചെയ്ത് സംരക്ഷിക്കേണ്ടതായിട്ട് വരും. പിന്നെ വേണ്ടാന്ന് വെക്കുന്നതും ഇവര് തന്നെയാണ് അല്ലെ? അതാണ് അവിടെ പറയുന്നത്. ഇനി ICUലൊക്കെ തീർച്ചയായിട്ടും അവരുടെയൊക്കെ റെക്കമെൻഡേഷൻ ഉണ്ടാവും. എന്താണ് ചിലപ്പോ പൾമനോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഫിസിഷ്യന്റെ റെക്കമെൻഡ് ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ റെക്കമെൻഡേഷനോട് കൂടിയിട്ടായിരിക്കും വെന്റിലേറ്റർ മെഷീൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ അത് നോക്കാനായിട്ട് അവർ രണ്ടുപേരും അല്ലെ ഈ പറഞ്ഞ പൾമനോളജിസ്റ്റും ഒക്കെ റണ്ണിങ് ആണോ, വലിയ കുഴപ്പമില്ലാതെ പേഷ്യന്റ് മൂവ് ചെയ്യുന്നുണ്ടോ
അത് നമുക്കറിയാം. അത് നോക്കാനായിട്ട് അവരോടൊപ്പം തന്നെ നഴ്സും ബാധ്യസ്ഥരാണ് അല്ലേ? അപ്പോ നഴ്സിന്റെ കൂടി സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും അത് കൈകാര്യം ചെയ്തു പോകുന്നത്. തീർച്ചയായിട്ടും അവർ വേണ്ടാന്ന് വെക്കുന്നതും ഇവരുടെ റെക്കമെൻഡേഷനോട് കൂടിയിട്ടായി. ക്ലിയർ ആയോ? ICUയിലൊക്കെ സാധ്യതയുണ്ട്, പക്ഷെ റെക്കമെൻഡേഷൻ ഇവരുടെ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാമെന്ന്. നെക്സ്റ്റ് നോക്കാം. Administration must make sure. നേരത്തെ ക്ലാസ് എടുത്താൽ മതിയോ? എല്ലാം കൂടി എടുത്ത് ബോറടിപ്പിക്കണോ? അവിടെ ലാബ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ലാബ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണോന്നാണോ? ശരിക്കും ലാബ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നത് ബ്ലഡിന്റെ കൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലാബിന്റെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള, നിങ്ങൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചല്ലോ, നമ്മള് ഓരോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഒന്നിച്ചാണ്. അപ്പോൾ അല്ലെ, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലാബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോടൊപ്പം തന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം, ലാബിന്റെ സേവനം ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാബിന്റെ സേവനം തേടേണ്ടി വരും. അപ്പൊ ചില പേഷ്യൻസിന്റെ എന്താണ് ബ്ലഡിൽ ഓക്സിജന്റെ അളവ് ഉണ്ടോ എന്ന് പരിശോധിച്ചറിഞ്ഞിട്ടായിരിക്കും വെന്റിലേറ്റർ വേണോ വേണ്ടെന്ന് തീരുമാനിക്കും. ലാബിന്റെ സേവനം തീർച്ചയായിട്ടും തേടേണ്ടി വരും. ക്ലിയർ ആയോ? മനസ്സിലായോ? നമ്മള് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മൂവ്മെന്റിൽ നമുക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ഒന്നിച്ചു നിന്നാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം നമുക്ക് സേവനം വേണ്ടി വരുമ്പോൾ ആവശ്യമായിട്ട് വരും. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതും കൂടിയുണ്ട്. എങ്കിലും ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പറയുമ്പോൾ പല സംശയങ്ങളും വേണ്ട. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് അടുത്ത ഒരു ടൈമില് അല്ലെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എന്തായാലും ഫസ്റ്റ് മൊഡ്യൂള് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഫസ്റ്റ് മൊഡ്യൂളില് ഏകദേശമൊക്കെ തീർന്നിട്ടില്ലേ? ഹോസ്പിറ്റൽ ഭാഗം കൂടെ എടുക്കാനുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലേ? ഹോസ്പിറ്റൽ ഭാഗം എടുത്തിട്ടില്ല. ഓക്കെ, എടുത്തോളും. എന്തായാലും നെക്സ്റ്റ് വീക്കിൽ എനിക്ക് അവർ കുറവായിരിക്കും. അപ്പൊ സെക്കൻഡ് മൊഡ്യൂള് എല്ലാവരും ഒന്നിച്ചായിരിക്കും തുടങ്ങുക. അപ്പോ എന്തായാലും ഈ ഒരു പോയിന്റ് കൂടെ ഉള്ളു. പക്ഷെ വേണ്ട, ഒന്നിച്ച് നിങ്ങളെ ആകെ കൺഫ്യൂഷൻ ആക്കേണ്ട. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ചോദിക്കാം. വായിച്ചു നോക്കാം. മാം, ഇൻഫെക്ഷൻ ഒന്നുകൂടി പറയാമോ? ഇൻഫെക്ഷൻ അണുബാധ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം മോസ്റ്റ്ലി എന്താണ് നമ്മളുടെ ട്യൂബ് അല്ലെ നമ്മളെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എന്താണ് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. One of the main risk being on a ventilator with a breathing tube is infection. ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയാണ് പ്രധാനമായിട്ട് വരുന്ന കാരണം നമ്മുടെ നാച്ചുറലി ഉള്ള നമ്മുടെ ശരീര ബോഡിയിലേക്ക് ട്യൂബാണ് കടത്തി വിടുന്നത് വെന്റിലേറ്ററിന്റെ സഹായം എന്ന് വരുമ്പോൾ. അപ്പൊ ഫ്ലൂയിഡ് ആൻഡ് mucus develop in throat and windpipe can permit the germs to pile upon the breathing tube. ഇതിൽ എന്താ പറയുന്നത്? ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിന്റെ സ്രവങ്ങളുണ്ട് അല്ലെ, നമ്മുടെ മൂക്കിലും വായിലൊക്കെ എന്താണ് ഉമിനീരുണ്ട്. അതേമാതിരി തന്നെ മൂക്കസ് നമ്മുടെ അല്ലെ ചെറിയ ചെറിയ ഇതുകളുണ്ട് അല്ലെ, എന്താ പറയാ നമ്മൾക്ക് അല്ലെ നമ്മുടെ അണുക്കളെല്ലാം സപ്പോർട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ള രോമങ്ങളുണ്ട്, മൂക്കസുകളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതെന്താണ്, അതെല്ലാം അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാച്ചുറലി നമ്മൾക്ക് വേണ്ടാത്തത് വരുമ്പോൾ അല്ലെ തള്ളിക്കളയാനുള്ള ഒരു ശരീരത്തിന്റെ ആ ഒരു പ്രതിരോധ ശേഷി ഇല്ലാതെയാണ് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ദ്രവങ്ങളും ഈ രോമങ്ങളെല്ലാം അടിഞ്ഞുകൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് അത് ട്യൂബിലും
എന്താണ് അണുക്കൾ ഉണ്ടാവാൻ, ജേംസുകൾ ഡെവലപ്പ് ചെയ്തു വരാനായിട്ടുള്ള സാധ്യതയുണ്ടാകും. ദീസ് ജേംസ് ക്യാൻ ദെൻ മൂവ് ഇൻ ടു ലങ്സ്. അത് ലങ്സിലേക്ക് അത് പ്രവേശിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് ലങ്സിലേക്ക് അണുബാധ ഉണ്ടാവാനായിട്ട് സാധിക്കും. Then this can increase the risk of developing pneumonia. അങ്ങനെ അത് ജേംസുകൾ വരുമ്പോഴാണ് നമുക്ക് ന്യൂമോണിയ പോലെയുള്ള പനികളൊക്കെ ഉണ്ടാകുന്നത്. Then സീനസ് ഇൻഫെക്ഷൻസ്. സീനസ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെയും നമ്മുടെ അതേമാതിരി തന്നെ നമ്മുടെ മൂക്കിന്റെയൊക്കെ ചുറ്റുവശം അറകളുണ്ട്. ഈ അറകളിലെല്ലാം ഈ ഒരു ട്യൂബ് കടത്തി വിടുമ്പോൾ എന്താണ് അത് തിങ്ങി അല്ലെ അതിലേക്കൊക്കെ നീർക്കെട്ടൊക്കെ വ്യാപിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അവിടെയും എന്താണ് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയാണ് എന്താണ് നമ്മുടെ ലങ്സിനെയും ഇതിനെയൊക്കെ ഇൻഫെക്ഷൻ അണുബാധ ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ എന്താണ് ന്യൂമോണിയ പോലെയുള്ള പനികളൊക്കെ പിടിച്ച് ശ്വാസത്തിന് സാധാരണ രീതിയിലുള്ള ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ബോഡിയിലെ ആ പ്രതികരണ ശേഷി ഇല്ലാതാവുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? Clear, ma'am. Thanks. വേറെ എന്തെങ്കിലും അവിടെ ഒരു ചാപ്റ്റർ കൂടി എന്തൊക്കെയോ നോട്ട് ചെയ്ത് എനിവേ എന്തായാലും മിസ്സുമാർ എടുത്തോളും. നിങ്ങൾ പിടിക്കൊന്നും വേണ്ട. എന്തായാലും അതെല്ലാം എടുത്തേക്കുള്ള നെക്സ്റ്റ് വീക്കിൽ കുറവായതുകൊണ്ട് അവരോടൊപ്പം ഈ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലേ, അത് പഠിക്കുന്നവരാണ് ഈ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, അല്ല അത് വേറെ കോഴ്സാണോ? ഫിസിയോതെറാപ്പിസ്റ്റ് പഠിക്കുന്നത് അതിൽ ഇൻക്ലൂഡ് ആണ് ഈ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, അല്ലെങ്കിൽ ഇത് രണ്ടും വേറെ വേറെ കോഴ്സ് പഠിക്കുന്നതാണോ? ഫിസിയോതെറാപ്പിസ്റ്റും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റും. ഫിസിയോതെറാപ്പിസ്റ്റും പിന്നെ നെക്സ്റ്റ് എനിക്ക് മനസ്സിലാവുന്നത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. റെസ്പിറേറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. അപ്പൊ രണ്ട് കോഴ്സ് പഠിച്ചവരാണോ? അതെ അതെ അതെ, അത് രണ്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ. ഫിസിഷ്യൻ വേറെയാണ്, ഫിസിക്കലായിട്ടുള്ള കാര്യം വേറെയാണ്, റെസ്പിറേറ്ററി വേറെയാണ്. അത് ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ടതാണ് റെസ്പിറേറ്ററി. മറ്റേത് ഫിസിഷ്യൻ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ബോഡിയുടെ ഇതായിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെ ശരീരഘടനയുടെ അല്ലെ അതിന്റെ ഇതൊക്കെ ആയിട്ടുള്ള പഠനമാണ്. താങ്ക് യു. Okay, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, Miss. Thank you. Thank you, Miss.